ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇവന്റിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. സമയം 8:15 7 മണിക്ക് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം താഴെ വണ്ടി വരും. എന്നിട്ട് അവിടെ നിന്നായിരിക്കും നമ്മളെ എവിടേക്ക് പിക്ക് ചെയ്യുക. അപ്പം നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അവര് നമ്മളോട് 8 മണിക്ക് റെഡി ആയി നിൽക്കാൻ പറഞ്ഞാണ്. ഞങ്ങൾ കറക്റ്റ് സമയത്ത് റെഡി ആയിട്ട് അവരിപ്പോൾ വരാന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താവുമ്പോ എങ്ങനെയൊന്നും അറിയില്ല. നല്ല പേടിയുണ്ട്. അതെ, അഞ്ചു ആദ്യമായിട്ടാണ് ലൈഫിൽ പുറത്തു പോകുമ്പോൾ, അകത്തായാലും ആദ്യമായിട്ടാണ് അവള് ജീവിച്ചിട്ടുണ്ട്. ഞാൻ കല്യാണത്തിന് മുമ്പായാലും എനിക്ക് ജീൻസ് ഇടുന്നൊട്ടും ഇഷ്ടമല്ല. അപ്പൊ അമ്മ നിർബന്ധിച്ചിട്ട് എനിക്കൊരു ജീൻസും കുടുസ് ഷർട്ടും മേടിച്ചെടുത്തിട്ട്, അതല്ലാണ്ട് ഞാൻ ജീൻസ് ഇട്ടിട്ടേ ഇല്ല. പക്ഷെ നല്ല രസമുണ്ട്. പക്ഷെ കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ കംഫർട്ടബിൾ അല്ല, ഞങ്ങൾക്ക് കാണുമ്പോൾ നൈസാണ് സംഭവം. ഇത് ലൂസ് ഷർട്ടും സംഭവങ്ങളൊക്കെ ഇട്ടപ്പോള് ആള് എന്തായാലും എനിക്ക് കറുത്ത പൊട്ടില്ലാതെ പറ്റില്ല. ഞാൻ വെച്ചിരിക്കണോക്കേടി പൊട്ട് വാട്ട് കട്ട് ചെയ്തിരിക്കണേ. ചിലർക്ക് അങ്ങനെയാണ്. നമ്മുടേതായ ചില കാര്യങ്ങൾ നമുക്ക് ഡ്രസ്സിനനുസരിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് കോൺഫിഡൻസ് കിട്ടില്ല. അതാണ് അടിയിലൊക്കെ ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ? പക്ഷെ കണ്ണൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിക്കാം. ഇവിടെ ഹോട്ടലിൽ 7 മണി 7:30 തൊട്ട് 9 മണി വരെ ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അപ്പം ഞങ്ങളോട് രവീണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാളെ രാവിലെ 8 മണിക്ക് നിങ്ങൾ 2 പേര് റെഡിയായി നിൽക്കണമെന്ന്. എന്നെ 6:45 തൊട്ട് 5 വിളിക്കുന്നതാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഉറക്കക്ഷീണമായിട്ട് ഒരു 5 മിനിറ്റ് കൂടി ചോദിച്ചിട്ട് അവൾക്ക് തന്നിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വേഗം റെഡിയായി. ഒരു 8 മണിയാകുമ്പോഴേക്ക് ഇവരെ വിളിച്ചപ്പോൾ ഇവരപ്പോൾ ഉറക്കെ എണീക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വേഗം എല്ലാത്തിനും മുട്ടിൽ തീ കൊളുത്തി ഞങ്ങൾ വേഗം റെഡിയാക്കാൻ പറഞ്ഞു. അപ്പോൾ രവീണയുടെ റൂമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ അത് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ കല്യാണിനെ നെറിനൊക്കെ വിളിച്ചപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ഇടാൻ നിൽക്കാമെന്ന് പറഞ്ഞു. വേഗം ആവട്ടെ എന്ന് പറയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കൂടി കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഈ ഒരു ടോപ്പും ജീൻസും അതുപോലെ തന്നെ അഞ്ജുവിൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ എവിടെ നിന്ന് എടുത്തതാണ്? ഞാൻ ഫുള്ള് സ്റ്റുഡിയോ നിർത്തുകയാണ്. അഞ്ജുവിൻ്റെ ഈ ഒരു പാൻറ്റ് മാത്രം നമ്മൾ ട്രെൻഡ്സിൽ നിന്ന് എടുത്താൽ കേട്ടോ. അപ്പം ഞങ്ങളുടെ ഡ്രസ്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ താക്കോല് റൂമിൻ്റെ ഉള്ളിൽ വെച്ച് മറന്നു. ഭാഗ്യം റൂമിൻ്റെ ഉള്ളിൽ കയറി ഇതിനൊന്നും എടുക്കാനില്ല. എന്റെ പിന്നാലെ വന്ന കുഞ്ചു അത് ഓർമ്മയില്ലാണ്ട് മാത്രം അടച്ചു. ഞാൻ നോക്കിയപ്പോ അവിടെ ഒരു കാർഡ് കണ്ടു. ഉള്ളിലെ സാധനത്തിന്റെ ഉള്ളിലിടുന്നു. ശരിയാ റൂമിന്റെ ഉള്ളിലെ സാധനങ്ങൾ നമ്മൾ പുറത്തോട്ട് എടുത്തോളാം. അതെ എടുത്തിട്ടില്ല. കുറച്ച് പെപ്സി എടാ അങ്ങനെ. അപ്പൊ നമുക്കിനി എയർപോർട്ട് ബാഗിനുള്ളിൽ കോക്ക് ഉണ്ട്, കൊണ്ടുപോകാൻ പറ്റുമോ? എന്ത് വേണം, നമ്മളങ്ങനൊക്കെ പറയും. പവർ ബാങ്ക് വീട്ടിലുണ്ട്. ഞങ്ങൾ വെച്ച് കാണിച്ചു കൊടുത്തു. ശരിക്കും ഞങ്ങൾ അറിയുന്നവരല്ല എല്ലാവരും. റിയലി എന്റെയും കല്യാണിന്റെയും നെറിന്റെയും റൂമിലെ ഫ്രിഡ്ജ് തുറക്കാൻ പറ്റിയിരുന്നില്ല. എനിക്ക് തോന്നുന്നു അവർ മനഃപൂർവ്വം ലോക്ക് ഇട്ട് വെച്ചതാന്ന് തോന്നുന്നുണ്ട്. അഞ്ജുവിൻ്റെയും രവീണരെയും ഫ്രിഡ്ജ് തുറക്കാൻ പറ്റിയതു അതിൽ ഇങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു. കൂൾ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ആൽക്കഹോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ വേഗം രവീണനോട് റെഡി ആവാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കിപ്പിച്ചിട്ടുണ്ട്. അവിടെ 2nd ഫ്ലോറിലാണ് കല്യാണിൻ്റെയും നെറിൻ്റെ റൂമുള്ളത്. അപ്പം അങ്ങോട്ടേക്ക് പോവാണ്. ഏറ്റവും താഴത്തെ ഫ്ലോറിനാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവമൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ മര്യാദയ്ക്ക് ഫുഡ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇന്ന് എന്തായാലും വ്രതം വീടാണ്. കാരണം ഇന്ന് രാവിലെ അവർ അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ചേട്ടന്മാരെ മലയ്ക്ക് പോണ വീഡിയോസ് എന്തായാലും ഇടുന്നതായിരിക്കും. ഇത് കഴിയട്ടെ. ഞാനേ ഇന്നലെ വീണ് പറഞ്ഞ ഇവർക്കാണെങ്കിലും ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെയാണ് നന്നായിട്ട് അറിയാം. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മൾ റൂം നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ നോട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്ലേറ്റ്സ് എടുത്തു. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ കഴിച്ചത്, എൻ്റെ ഇന്നലത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും, ഞാൻ കുറച്ച് ചോറ് മാത്രമേ കഴിച്ചുള്ളൂ, പിന്നെ ഒരു കഷ്ണം കേക്ക്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ അപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നു കേട്ടോ. അപ്പോൾ ഞാനും അഞ്ചും എന്ത് ചെയ്തു, വേഗം ഫുഡ് അടിക്കാൻ വിചാരിച്ചു. നിങ്ങൾ ഇന്നലെ ഉറങ്ങിയോ?
മതി 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 വയ്യ. പൊട്ടാറ്റോ ചില്ലി അതല്ലടാ മറ്റേത് അല്ലല്ല അത് പനീറാണ്. പനീർ ഉള്ളിൽ വെച്ചിട്ടുള്ള സാധനം. ഓക്കെ പിന്നെ എന്തിനാ ഞാൻ ഈ പാത്രം ഇവിടെ വെച്ചിട്ടുള്ളത്? ഓക്കെ ഓക്കെടാ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്, ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഞങ്ങൾ കഴിക്കാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. എനിക്ക് പിന്നെ ഒന്നാമത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് കുറച്ചുകൂടി കൂടുതൽ കംഫർട്ട് അഞ്ചും പിന്നെ ചേട്ടന്മാരും കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒത്തിരി ഹാപ്പി ആയിരിക്കും. കാരണം ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ചേട്ടന്മാർ എടുത്തിട്ട് വരും. പിന്നെ അവിടെ അതെടുത്തില്ലേ, നിങ്ങൾ ഇവിടെ ഇതെടുത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ കാണാത്തതും കേൾക്കാത്തതുമായ സാധനങ്ങൾ കൂടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരും. ഇത് ഞങ്ങൾക്ക് അങ്ങോട്ട് സമയം ഉണ്ടായില്ല. കാരണം 9:30 9:45 ഒക്കെ ആകുമ്പോഴേക്കും ഇത് വരുന്നു പറഞ്ഞു, വണ്ടി വരുന്ന പറഞ്ഞാൽ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ സമയം 9:15 അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ടൈം ആവാറായില്ലേ, സോ നമ്മൾ നമ്മളാരും ലേറ്റ് ആവാൻ പോകണ്ടല്ലോ. പിന്നെ ചെറിയൊരു നാണക്കേട് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയുള്ള ഫുൾ ഇംഗ്ലീഷുകാരും അതർ സ്റ്റേറ്റും കൺട്രീസും ഒക്കെ ഉള്ളവരൊക്കെയാണ്. അപ്പം എന്തോ ഒരു ജാതി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഫുഡ് എടുക്കാനൊക്കെ ആയിട്ട് അറിയില്ല, എന്തോ ഒരു നാണം വന്നു. അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ രവീനെ എടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ ബീഫ് പോർക്കിൻ്റെ ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തിന്നായിട്ട് അരിഞ്ഞിട്ട് ഉണക്കിയതൊക്കെ ആയിട്ട് കേട്ടോ. അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ സോസേജ് തന്നെ വേറൊരു ടൈപ്പ് ടേസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് രസമുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഫുഡ് പിന്നെ റിയൽ ഹണി ഉണ്ടായിരുന്നു, അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതേ മേക്കപ്പ് സെക്ഷന് നിൽക്കുകയാണ് വാഷ്റൂമിൽ പോയിട്ട്. ഞാനപ്പോൾ പിന്നെ വേറെക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഈ ഒരു ബാഗ് നിഖിൽച്ചേൻ്റെ ബാഗാട്ടോ, അതെനിക്ക് ഇവിടെ പോകുമ്പോൾ നീ എന്തായാലും തോളിലിട്ടോ, നിൻ്റെതായ സാധനങ്ങൾ മറ്റേ IDs പ്രൂഫ് സംഭവങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് കുറേ ഇതുണ്ട്, കള്ളികളുണ്ട്. അപ്പോൾ അതിലായിട്ട് ഇടാമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നിയിട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു എൻ്റെ ഒരു കോസ്റ്റ്യൂമിന് അത് ഭയങ്കരമായിട്ട് സ്യൂട്ടബിളായി എനിക്ക് ഫീൽ ചെയ്തു. ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അതിൽ. എൻ്റെതായ ഒത്തിരി തിങ്സുകളൊക്കെ അതിൽ വെക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസ് എടുത്തു, ഒന്നും പറയണ്ട, അടിപൊളിയായിരുന്നു. ഞാൻ സംസാരിക്കില്ല അധികം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് സംസാരിച്ചു. അതായത് SBI ഉണ്ണിക്കൽ അടിപൊളിയായിരുന്നു. ആദ്യമായിട്ട് മീൻസ് ഫോണിൽ കണ്ടിട്ടുണ്ട്, വീഡിയോയിലല്ല. അതന്നെ എനിക്ക് വീഡിയോ കോള് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര പാവാണ്, പൊളൈറ്റാണ്, ഒക്കെ പറയുന്നതല്ല ഒക്കെ ഉള്ള കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുമ്പോൾ മീൻസ് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആളെ. അപ്പോൾ എന്തായാലും ഭയങ്കര പാവായിട്ട് ഇതിന്റെ ഉള്ളിൽ നോക്കി നിറച്ചു കുഴികളാ. മറ്റേ പുട്ടിയിട്ട് ഞാൻ മൂടി വെച്ചിരിക്കുന്ന. ഞാനൊന്ന് ഉണ്ണീനെ പൊക്കിയപ്പോൾ ഉണ്ണി എന്നെ തിരിച്ചൊന്ന് പൊക്കി. എന്നാലും എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾക്ക് ഇത്ര പേർക്ക് പോകാനുള്ള 2 ക്യാബ് എത്തിയിട്ടുണ്ട്. അപ്പം 3 പേര് വെച്ചിട്ടാണ് നമ്മൾ പോകുന്ന ഗൈസ്. അപ്പം ലഗേജൊക്കെ എടുത്ത് വെക്കട്ടെ. 2 വണ്ടി. ബൈ. എനിക്ക് ഇന്നലെ ഇവൻറ്റിനെ കുറിച്ചൊരു പേടിയോ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആകെ ഒരു ഫ്ലൈറ്റ് യാത്ര അതിൻ്റെ പ്രൊസീജിയർ മാത്രമായിരുന്നു പേടി. പക്ഷേ ഇന്ന് ഈ വണ്ടി കയറിയപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അഞ്ചൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് പേടിയാവുള്ളൂ, ചെറിയൊരു ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടാവില്ലേ നമുക്ക്. അപ്പോഴും എൻ്റെ മനസ്സിൽ പേടിയുണ്ടെങ്കിൽ ഞാൻ അവളടുത്ത് അധികം എക്സ്പ്രസ് ചെയ്തില്ല. കാരണം അവളെയും കൂടി പേടിക്കേണ്ട, അതുവഴി പൊതുവേ ഞങ്ങളെല്ലാവരും പേടിക്കണം. ഞങ്ങൾ 2 പേരും അവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണ്, മീൻസ് ലാംഗ്വേജ് ഒക്കെ ഓക്കെയാണ്. നമ്മൾക്ക് ലാംഗ്വേജ് അതൊരു കോൺഫിഡൻസ് കുറവാണ്. നമ്മൾ അധികം ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കുന്നില്ലല്ലോ ഇംഗ്ലീഷിൽ. അപ്പോൾ ഒരു കോൺഫിഡൻസ് കുറവാണ്. ഈവൻ ഞങ്ങളെക്കുറിച്ച് ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുകയല്ല, നമ്മൾക്കറിയാമെങ്കിൽ പോലും എല്ലാവർക്കും ഇപ്പോൾ എല്ലാതും അറിഞ്ഞിട്ടല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പോലും ഒത്തിരി ഫ്ലുവൻ്റ് ആയിട്ടൊന്നല്ല. നമ്മൾ സംസാരിച്ചാണ് നമുക്ക് സെറ്റാണ്. അതിനുള്ള സിറ്റുവേഷൻ നമുക്ക് വരാണെങ്കിൽ നമ്മൾ സെറ്റാവും. എൻ്റെ ഒരു കേസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ചെയ്യാൻ എനിക്ക് അറിയാം അത്യാവശ്യം.
സംസാരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവാണ്. എനിവേ ഗൈസ്, നമ്മൾ ഗൂഗിളിൻ്റെ ഹെഡ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. നമ്മളെപ്പോലുള്ള ഒരാൾക്ക് ഇങ്ങനൊരു യാത്ര അല്ലെങ്കിൽ ഇത്രയും ഫ്രീ എന്താ പറയുക ഫെസിലിറ്റീസൊക്കെ കിട്ടി ഈ ഒരു ഓഫീസിൽ കയറുക, ഈ ഒരു ഇവൻറ്റിന് പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു ചെറിയ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഇത് സാധിച്ചു തന്നത് നിങ്ങൾ ഓരോരുത്തരാണ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരാണ്. അത് ഒത്തിരി നന്ദിയുണ്ട്. നമ്മളെ ചാനൽ ഇതുവരെയായിട്ടും ഇത്രയും എന്താ ഈവൻ ഈ ഒരു വീഡിയോ കാണുന്ന വരെ നിങ്ങൾ തരുന്ന സപ്പോർട്ട്, സ്നേഹം, ഇഷ്ടം, അതും കൊണ്ടാണ്. ഞങ്ങളൊരു വലം കൈ ആണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഇടം കൈ ആണെന്ന് തന്നെ പറയാം. ചുമ്മാ പറയുന്നതല്ല. കാരണം നമുക്ക് സപ്പോർട്ട് വേണ്ട, എന്നാലല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ ഫാമിലിയിൽ നിന്നാണെങ്കിൽ പോലും, നിങ്ങളിൽ നിന്നാണെങ്കിൽ പോലും. അതുകൊണ്ട് ഒത്തിരി നന്ദി. കുറച്ച് ഓവറായി പോയില്ലേ, സോറി ഗൈസ്, ഇഷ്ടം കൊണ്ടാണ്. അങ്ങനെ നമ്മളിവിടെ എത്തി കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. എന്താ കാര്യം ഞാൻ മറന്നു പോയി. അവിടെ രജിസ്റ്റർ ചെയ്യണം നമ്മൾ പോയിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ ടാഗും കാര്യങ്ങളൊക്കെ തരും. അപ്പം എൻ്റെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവരുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ നമ്മുടെ പേരും സംഭവങ്ങളൊക്കെ ഓൾറെഡി ഫിക്സ്ഡ് ആണ്, എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ട ടാഗും കാര്യങ്ങളൊക്കെ. അപ്പം അഞ്ജുദേ ചെന്നിട്ടുണ്ട്. ടാഗ് കിട്ടിയിട്ട് ഉള്ളിൽ കയറണം. പിന്നെ നമുക്ക് തന്നായൊരു ബുക്ക് ഉണ്ട്, ചെറിയൊരു ബുക്കിലേറ്റ്. അതിൽ നമ്മൾ ടേബിൾ നമ്പർ എഴുതിയിട്ടുണ്ട്. ഈ ടേബിൾ നമ്പറിൽ പലതും പലരുടെ ആയിരിക്കും. അപ്പം ഭാഗ്യത്തിന് എൻ്റെ അഞ്ജുവിൻ്റെയും ഒരുമിച്ച് എഴുതും. അപ്പം ഞങ്ങൾ ഭയങ്കര സന്തോഷിച്ചു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിഖിൽ ചേട്ടനൊക്കെ വേറെ ആരുടെയൊക്കെയോ ടേബിളിലായിരുന്നു നിന്ന് അവരൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടി വന്നു, സംസാരിക്കേണ്ടി വന്നു. അപ്പം ഞങ്ങൾക്ക് അത് ഭയങ്കര ടെൻഷനായിരുന്നു, ലാംഗ്വേജ് ഇഷ്യൂസ് ഉള്ള സംഭവം. പക്ഷെ എൻ്റെ അഞ്ജുവിൻ്റെ 18 ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഉള്ളിൽ പോയപ്പോൾ രമീണയുടെ 18 ആയിരുന്നു. അപ്പം ഡബിളായിട്ടാണ്, കാരണം അത് ഭയങ്കര കംഫർട്ട് അല്ലേ. അപ്പം നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കുറേ എന്താ പറയുക ഗെയിംസ് വെച്ചിട്ടുണ്ട്, കുറേ സെക്ഷൻസ് വെച്ചിട്ടുണ്ട്. നമ്മളിതിലൊക്കെ എല്ലാത്തിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മളതിൽ വിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഓരോ ടിക്ക് കിട്ടും. ഈ ടിക്ക് നമ്മൾ പുറത്ത് കൗണ്ടറിൽ കൊണ്ട് കാണിച്ചാൽ, ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കൗണ്ടറിൽ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ ആ ടിക്ക് വീണത്തേക്ക് എന്തിനാണ് അതിനുള്ള ഗിഫ്റ്റ് നമുക്ക് കിട്ടും. സോ നമ്മൾ മാക്സിമം എല്ലാത്തിനും നമ്മൾ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഭയങ്കര സിമ്പിൾ ഗെയിമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരോടൊക്കെ ചോദിച്ച് ഇവരുടെയും കൊണ്ട് പോയിട്ടാണ് ഓരോ നമ്മൾ അറ്റൻഡ് ചെയ്തിരുന്നത്. ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്, ഒരു ബാക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, വീഡിയോസിനെ കുറിച്ചും നമ്മളൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയുന്നത് നമ്മൾ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അതപ്പോൾ തന്നെ പ്രൊഡക്ട്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ടാഗ് ചെയ്യുന്ന പരിപാടികൾ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. അതിന് ടിപ്സൊക്കെ പറയുന്ന മീറ്റിംഗ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നിഖിൽ ചേട്ടൻ വന്നപ്പോൾ സ്പ്രേ ആയിരുന്നു ഇവിടെ. ഇതിന് പകരം ഇതിപ്പോൾ നമുക്ക് ബൊക്കെ ഉണ്ടാക്കി തരല്ല, അതിന് പകരം സ്പ്രേ ആയിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്മെല്ല് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതേ ഫ്രാഗ്രൻസ് ഉണ്ടാക്കി തരും. ഇവിടെയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവർ ബൊക്കെയായിട്ട് തരും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മിണ്ടാണ്ട് നിൽക്കുന്നത്, ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ സ്റ്റൈൽ ചെയ്യായിരുന്നു ഓരോ ഫ്ലവേഴ്സ്. അവർ നമ്മളോട് ചോദിക്കും ഇത് വേണോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇത് വെച്ചപ്പോൾ ഇങ്ങനെ ഇല്ലല്ലോ അത് വെച്ചല്ലോ പിന്നെ യെസ്. അപ്പോൾ രവിനെ മാറട്ടെ അത് കണ്ടിട്ട് ഞാൻ. പക്ഷേ എൻ്റെ എത്തുമ്പോഴേക്കും അവിടെ കുറേ പേരത് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറച്ച് 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ കുട്ടീനോട് ചോദിച്ചു, ചേച്ചി അവനാണെങ്കിൽ ചേച്ചി എന്നല്ല എന്തോ വിളിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചത് ഒരു ഫ്ലവർ മാത്രം ചേഞ്ച് ചെയ്യണമെങ്കിൽ കണ്ടില്ല, ഞാൻ പറയുന്നത് കേട്ടില്ല. ഇറ്റ്സ് ഓക്കേടാ, എനിക്ക് എന്തായാലും മതിയെന്ന്. അങ്ങനെ നമ്മൾ അത് മേടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ പിങ്കൊക്കെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവിടെ വരുമ്പോഴും നമ്മൾ ആ ബുക്ക് കാണിച്ചു കൊടുക്കണം. കാര്യം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഈവൻ ഗെയിം ആയാലും അല്ലെങ്കിൽ പോലും എല്ലാത്തിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിക്ക് കിട്ടും. അല്ലാതെ വെറുതെ നമ്മൾ നോക്കി നിൽക്കരുത്. ഇപ്പം നാളെ നിങ്ങളായാലും പോവുകയാണെങ്കിൽ നമ്മൾ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ട്രൈ ചെയ്യുക. ഞാനായാലും കുറച്ച് നേരം മടിച്ച് നിന്ന്, പിന്നെ അഞ്ചു ആയാലും ബാക്കി എല്ലാവരും ചെയ്യുന്ന പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര എന്താ പറയുക, നമ്മുടെ കൂടെ വെക്കുന്ന ആൾക്കാരും നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മളതിനെ കൊണ്ടുപോകും അല്ലേ. ഓക്കെ, താങ്ക് യു. സൂപ്പറായി. അഞ്ചു നീ ഒന്ന് മാറിയണം. ഇവിടെ ഭയങ്കര കോമഡി ആയിട്ടുള്ള കാർട്ടൂൺ ഇതായിരിക്കും. അനക്കല്ല പക്ഷെ അത്
പക്ഷെ ഭയങ്കര നാടകീയമായിട്ടുണ്ട്, നാടകത്വം ഫീൽ ചെയ്യുന്നു. ഇതെന്താണെന്നറിയോ സംഭവം, അത് നമ്മൾ അവിടെ ഉള്ളൊരു ആ സ്ക്രീനിൽ നമ്മുടെ ചാനൽ നെയിം അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കൈൻഡ് ഓഫ് വീഡിയോസ് ആണോ ചെയ്യുന്നത് അതിന് റിലേറ്റ് ആയിട്ടുള്ള ഇത് പിക്ക് വരും. അപ്പം എനിക്ക് വന്നത് എനിക്ക് മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും ഫ്രണ്ടിൽ മിറർ അല്ലെങ്കിൽ സ്റ്റാൻഡ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ വന്നു. എനിക്ക് മാത്രം ഇത്രയും നാടനായിട്ടൊരു സംഭവം വന്നിട്ടോ. അതായത് അല്ലുവിന് ആ ട്രൗസർ ഇട്ട് അല്ലും ബാക്ക്ഗ്രൗണ്ടിൽ പച്ചപ്പും തോടും കാടൊക്കെ ആയിട്ട് നമ്മുടെ അഞ്ജുന് വന്നത് എൻ്റെ അവളുടെയും പ്രൊഫൈൽ പിക്കാണ്. നമ്മുടെ ചാനലിട്ടിരിക്കുന്ന പ്രൊഫൈൽ പിക്കാണ് വന്നിട്ടുണ്ട് അഞ്ജുന്. എനിക്കാണ് ഇത്തരത്തിലുള്ള ഒക്കത്ത്. അപ്പം എല്ലാവരും നോക്കിയിരുന്നു ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതാണോ, കഴിഞ്ഞ പരിയില്ലല്ലോ അങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം. ഇപ്പോൾ ഇവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്തു. എനിക്ക് വലിയ താല്പര്യമില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയിട്ടുള്ള ഇങ്ങനത്തെ സ്നാക്സിലൊക്കെ വേറൊരു ടൈപ്പ് മസാല ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ. എനിക്ക് നമ്മുടെ നാട്ടിലത്തെ ആണ് മസാല വിഭവങ്ങളും കറികളും ഇഷ്ടം. എനിക്ക് പുറത്തൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് എനിക്കൊരു ഇഷ്യൂ തന്നെയാണ് കേട്ടോ ഗൈസ്. അത് നിങ്ങൾക്ക് പറയുമ്പോൾ ഏത് തരത്തിലെടുക്കുമെന്ന് എനിക്കറിയില്ല. എനിക്കതൊരു ഇഷ്യൂ ആണ്. എനിക്ക് പുറത്ത് ഇപ്പം നമ്മൾ ഈവൺ എന്താ പറയുക കർണാടകയിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. സാമ്പാർ രസിക്കലോ വേറൊരു മാഗി മസാല പോലെ എടുത്ത് നിൽക്കും. പക്ഷെ ഇവർക്കൊക്കെ ഇഷ്ടം. എൻ്റെ കൂടെ തന്നെ നിൽച്ചാലും ഭയങ്കര ഇഷ്ടം. അഞ്ചിനും അത്ര വലിയ താല്പര്യമില്ല, പക്ഷെ അവൾ ഓക്കെയാണ്. അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്കത് ഇഷ്ടമില്ല. എന്ത് ചെയ്യാനല്ലേ. അപ്പം നമ്മൾ അവിടുന്ന് ഫുഡ് എടുത്തിട്ട് മീറ്റിംഗ് റൂമിലേക്ക് വന്നിട്ട്, കാരണം മീറ്റിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഫുഡ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കഴിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കാണുന്ന സ്ക്രീനിൽ നമ്മളുടെ ഓരോ പേരും അതിൻ്റെ ടേബിൾ നമ്പർ എഴുതിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ടേബിളിലാണെങ്കിൽ വേറെ ആൾക്കാരൊക്കെ വന്നിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഒരു ടേബിളിൽ വന്നിരുന്നപ്പോൾ അവിടെ തന്നെ ബാക്കി എല്ലാവരും നമ്മളെ മലയാളീസ് എല്ലാവരും അവിടെ തന്നെ വന്നിരുന്നു. കല്യാണി, രവീണ, നിറിൻ എല്ലാവരും അവിടെ തന്നെയായി. Yes? Okay, hello creators. ദേ സ്ക്രീനിൽ കണ്ടില്ലേ നെറിൻ്റെയും കല്യാണിൻ്റെയും രേഷ്മരൊക്കെ പിക്സ് വന്നിട്ടുണ്ട്. അസ്വി ചേച്ചിയുടെയൊക്കെ പിക്കുകളുണ്ട്. കൂടുതൽ എന്താ പറയുക ആക്റ്റീവായിരിക്കുന്നൊരു കാര്യങ്ങൾ മീൻസ് ഫോട്ടോസൊക്കെയാണ് കൊണ്ടുവന്നത്. ഇത് ഞങ്ങൾക്ക് ഭയങ്കര പ്രചോദനമായിരുന്നു കേട്ടോ. ഈവൻ നാളെ ആയാലും നമുക്കായാലും നല്ല നല്ല വീഡിയോസ് എടുക്കണം, ഷോർട്സ് ഇടണം, അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രചോദനമാണ്. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ അതൊന്നും ഞാൻ അധികം വീഡിയോ എടുക്കാൻ നിന്നില്ല എന്ന് കാര്യം നിങ്ങൾക്ക് ബോറടിക്കുന്നു വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഇതാ ഭൂമിയിലൊരു ലൈവ് ഷോ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മൾ നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടി ഏതാന്ന് പോലെ എനിക്കറിയില്ല, പക്ഷെ ജാനേ തൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹിന്ദി പാട്ടുണ്ടായിരുന്നു. അത് കേട്ടിരിക്കാൻ രസമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഓരോ ടീമിനെയും നിങ്ങൾ പറയില്ലേ പ്രൊമോഷൻ എന്ന് പറയില്ലേ, അപ്പോൾ ഞങ്ങൾക്ക് പ്രൊമോഷൻ തരുന്നവരുടെ ഹെഡൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് മീറ്റ് ചെയ്തു. പിന്നെ എന്താ നമ്മളിത് ഗിഫ്റ്റ് മേടിച്ച് നിൽക്കുകയാണ് ഫൈനലി. കാരണം നമുക്ക് 6:45 നമുക്ക് ഫ്ലൈറ്റ്. നമുക്ക് 4 മണിക്കെങ്കിലും ഇവിടെ ഇറങ്ങിയാലേ 4:45 നമ്മൾ എയർപോർട്ടിലെത്തി ചെക്കിങ് ഒക്കെ കഴിയാൻ പറ്റുള്ളൂ. നമ്മളെ കൊച്ചി പോലെയല്ല ഗൈസ്, അവിടെ ഭയങ്കര റഷാണ്. ഒരു 1-1.25 മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ ആ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗേറ്റിൽ വന്ന് നിന്നത്. ഗേറ്റ് സോൺ വൈസ് നമ്മൾ നിന്നത്, കാരണം അത്രയും തിരക്കാണ് അവിടെ. ഇവിടെ കൊച്ചിയിൽ നിന്ന് നമ്മൾ പോയപ്പോൾ ഭയങ്കര സുഖമായിരുന്നു കേട്ടോ, അത്രയധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇവിടെ നിന്നുള്ള ഒരു വലിയൊരു എയർപോർട്ടാണ്. അതേപോലെ തന്നെ ആൾക്കാരും ഉണ്ട്, കുറച്ച് ടൈം എടുക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും. അപ്പം നേരത്തെ എത്തണം. സിനിമാറ്റിക് എടുത്തത് ഈ മാത്രം ഉദിച്ച ചന്ദ്രനെ നിൽക്കും ഞങ്ങളൊക്കെ ഇവരുള്ളതുകൊണ്ട് ഭയങ്കര ഭാഗ്യം. അല്ലെങ്കിൽ ഞങ്ങൾ കൺഫ്യൂഷൻ അല്ല, നിങ്ങളുള്ളോണ്ടേ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഇല്ല. കൺഫ്യൂഷൻ പേടിയില്ല ഞങ്ങൾക്ക്. നിങ്ങൾ എന്ത് ചെയ്യുന്നത് എടാ അതൊന്ന് പോസ് ചെയ്ത്. നമ്മളിപ്പോൾ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ് കേട്ടോ. പിള്ളേർക്ക് കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നേരെ ഫ്ലൈറ്റിൽ കയറി.
ഞങ്ങളിത് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിതീഷേട്ടൻ നീലായിട്ടും വന്നിട്ടുണ്ട്. ഇവരെപ്പം തന്നെ വീട്ടിലെത്തിയിട്ടുള്ളൂ, ഒരു 9 മണിക്ക് വീട്ടിലെത്തിയിട്ടുള്ളൂ മല കയറി വന്നിട്ട്. അതായത് അത്രയും തിരക്കുള്ളൊരു ദിവസമായിരുന്നു 26-ാം തീയതി. അന്ന് പോയി ഇവർ അത്രയും ഭയങ്കര ബുദ്ധിമുട്ടി ഏപ്പനൊക്കെ കണ്ട് ഉറക്ക ക്ഷീണമൊക്കെ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും വന്നിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി, കാരണം ചേട്ടനൊക്കെ കാല് പൊട്ടിയിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അത് കഴിഞ്ഞത് വീട്ടിലെത്തിയപ്പോൾ ഓരോ അമ്മമാരും ഓരോരുത്തരടുത്ത് ഇരിക്കുകയായിരുന്നു. വെള്ളിയേച്ചി പാവം, വെള്ളിയേച്ചി അല്ലുനിട്ട് ഉറക്കായിരുന്നു ഗൈസ്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.